ഡോക്ടർ ജി അമൃത് കുമാർ 2001 മുതൽ കേരളത്തിലെ വിവിധ ട്രെയിനിംഗ് കോളേജുകളിൽ അധ്യാപകനായി ഔദ്യോഗിക ജീവിതം ആരംഭിച്ച ഡോക്ടർ അമൃത് കുമാർ 2009 പോണ്ടിച്ചേരി കേന്ദ്ര സർവകലാശാലയിൽ അധ്യാപകനായി. 2015 മുതൽ കേന്ദ്ര സർവകലാശാലയിൽ വിദ്യാഭ്യാസ വിഭാഗം പ്രൊഫസറായും സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ ഡീൻ, അക്കാദമിക് ഡീൻ എന്നീ നിലകളിലും സേവനമനുഷ്ഠിക്കുന്നു. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ മാനവ വിഭവശേഷി വികസന മന്ത്രാലയത്തിൻ്റെ പദ്ധതിയായ PMMM നാഷണൽ മിഷൻ ഓൺ ടീച്ചേഴ്സ് ആൻഡ് ടീച്ചിംഗ് സ്കൂൾ ഓഫ് എഡ്യൂക്കേഷൻ സർവകലാശാല തലവനായിരുന്നു ഡോക്ടർ അമൃത് കുമാർ. 2009 ന്യൂഡൽഹിയിലെ യൂണിവേഴ്സിറ്റി ഗ്രാൻറ്റ്സ് കമ്മീഷൻ്റെ ഗവേഷണ അവാർഡ്, പോണ്ടിച്ചേരി സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ അസിസ്റ്റന്റ് പ്രൊഫസറായിരിക്കെ തുടർച്ചയായി 5 തവണ വിദ്യാർത്ഥികളുടെ മൂല്യനിർണ്ണയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അധ്യാപനത്തിന് മെറിറ്റ് സർട്ടിഫിക്കറ്റ്, 2012 റോമിൽ വെച്ച് നടന്ന യൂറോപ്യൻ എഡ്യൂക്കേഷണൽ കോൺഫറൻസിൽ ഏറ്റവും നല്ല പ്രബന്ധത്തിനുള്ള അവാർഡ്, ഇംഗ്ലീഷിലും മലയാളത്തിലുമായി 7 പുസ്തകങ്ങൾ, ദേശീയ അന്തർദേശീയ പ്രസിദ്ധീകരണങ്ങളിൽ നിരവധി ലേഖനങ്ങൾ എന്നിങ്ങനെ ദേശീയ അന്തർദേശീയ അംഗീകാരങ്ങൾക്കും അർഹനായിട്ടുണ്ട്. കേന്ദ്ര സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വിവിധ കമ്മിറ്റികളിൽ അംഗമായും ദേശീയ ദിനപത്രങ്ങളിൽ കോളമിസ്റ്റായും സമകാലിക വിദ്യാഭ്യാസ പ്രശ്നങ്ങളെയും സംഭവ വികാസങ്ങളെയും കുറിച്ച് ഡോക്ടർ അമൃത് കുമാർ തൻ്റെ കാഴ്ചപ്പാടുകൾ വ്യക്തമാക്കുന്നു. അമേരിക്കയുടെ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് സ്റ്റേറ്റ്സിൻ്റെ സാമ്പത്തിക സഹായത്തോടെ വിദ്യാഭ്യാസത്തിൻ്റെ അന്തർദേശീയവത്കരണം എന്ന വിഷയത്തെ അധികരിച്ച് ഹാർവാർഡ്, അലബാമ, ഉട്ട എന്നീ സർവകലാശാലകളിൽ പഠന ഗവേഷണത്തിനായി തെരഞ്ഞെടുക്കപ്പെട്ട ടീമിൽ ഇദ്ദേഹം അംഗമായിരുന്നു. സമൂഹത്തിൽ വിദ്യാഭ്യാസത്തെ സംബന്ധിക്കുന്ന കാഴ്ചപ്പാടുകൾ രൂപപ്പെടുത്തുന്നതിൽ നവ ലിബറൽ നയങ്ങളുടെ സ്വാധീനത്തെക്കുറിച്ചുള്ള പ്രൊഫസർ അമൃതിൻ്റെ പല ലേഖനങ്ങളും നിരവധി ചർച്ചകൾക്ക് വഴി തുറന്നിട്ടുണ്ട്. യുനെസ്കോ വിദ്യാഭ്യാസ നയവിശകലനത്തിൻ്റെ ഭാഗമായി വിദ്യാഭ്യാസ നയം വിശകലനങ്ങൾ ചെയ്തുകൊണ്ടുള്ള അമൃത് കുമാറിൻ്റെ ആദ്യ പ്രബന്ധം യുനെസ്കോ കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ചിരുന്നു. തൻ്റെ പഠനങ്ങളിലൂടെയും ഗവേഷണങ്ങളിലൂടെയും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും ശാക്തീകരിക്കുന്നതിനായി സമൂഹബോധന രീതി, ശാസ്ത്രത്തിൽ അധിഷ്ഠിതമായ ഇടപെടലുകളിലൂടെ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഡോക്ടർ അമൃത് കുമാറിന് അഭിമാനത്തോടെ ഗുരുരത്നം പുരസ്കാരം സമ്മാനിക്കുന്നു.